ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തൃശ്ശൂർക്കാരുടെ സദ്യയിൽ കിട്ടുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കാബേജ്, ഒരു ചെറിയ ക്യാരറ്റ്, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം കാബേജ് എടുക്കുന്നോ അതിൻ്റെ ഒരു 1/4 ഭാഗത്തിനും കുറവൊക്കെ മതിയാവും ക്യാരറ്റ് ഒരുപാട് ആവശ്യമില്ല. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം. ഇതിൽ വേറെ മുളക് പൊടി ഇതൊന്നും ചേർക്കാത്ത കാരണം എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് അത്യാവശ്യമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂണ് കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിതൊരു അരിപ്പയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പോഴേക്കും ഈ ക്യാബേജിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലത്തെ ആ വെള്ളമെല്ലാം ഊർന്ന് വരും. അപ്പോൾ ഈ വെള്ളമെല്ലാം മാറ്റണം. എന്നിട്ട് വേണം നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഉലർന്നിട്ടുള്ള തോരൻ കിട്ടും. അപ്പോൾ ഈ വെള്ളം കൂടി ഉണ്ടെങ്കിൽ ആകെ കുഴഞ്ഞിട്ടാവും ഇരിക്കുക. നല്ല ഉലർന്നിട്ടുള്ള നല്ല ടേസ്റ്റുള്ള തോരൻ കിട്ടണമെങ്കിൽ ഈ വെള്ളം നമ്മൾ ഇതിൽ മാറ്റണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ടിട്ട് ഉഴുന്നുപരിപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉഴുന്നുപരിപ്പ് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 5 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ മൂടി വെച്ച് വേവിക്കണം, എന്നാലാണ് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ക്യാബേജും ക്യാരറ്റും എല്ലാം തന്നെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം നാളികേരം ചിരകിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോഴേക്കും ക്യാരറ്റും ക്യാബേജും എല്ലാം തന്നെ നന്നായി വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ ക്യാബേജും ക്യാരറ്റും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട്. ശരിക്കും സദ്യയിൽ കിട്ടുന്ന ക്യാബേജ് തോരൻ്റെ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ വരുന്ന ഓണത്തിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ ഒരു തോരൻ നിങ്ങൾ സദ്യയിലൊന്ന് ഉൾപ്പെടുത്തി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.